ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി നൂൽപുട്ട്, ഇടിയപ്പം എന്നൊക്കെ പറയും. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടക്കക്കാർക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഇടിയപ്പം ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ്. പത്തിരിക്ക് മാവ് വാട്ടുന്നത് പോലെ നമുക്ക് വാട്ടാനായി ഒരു വട്ടച്ചെമ്പിൽ കുറച്ച് വെള്ളമെടുക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിപ്പൊടി കുറേശ്ശെയായി നമുക്കിതിലേക്ക് ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ പൊടിയെടുക്കുക. ഇവിടെ ആൾ കുറവായതിനാലാണ് ഞാൻ ഇത്ര കുറച്ച് പൊടിയെടുത്ത് വാട്ടുന്നത്. പത്തിരിക്ക് വാട്ടുന്നത് പോലെ വാട്ടാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വളരെ സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു പരന്ന തളികയിലേക്ക് ഈ വാട്ടിയ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കൈവച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും. പച്ചവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളം കുറേശ്ശെ തെളിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. വളരെ സോഫ്റ്റായിട്ടാവും ഈ മാവ് ഇരിക്കുക. ഇടിയപ്പത്തിൻ്റെ പൊടിയായതിനാൽ തന്നെ വളരെ സോഫ്റ്റായിട്ടാണ് ഈ പൊടി ഇരിക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പാത്രത്തിൻ്റെ മൂടിയെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു ബ്രഷ് എടുത്ത് മുക്കിയതിന് ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് ആ നൂൽപുട്ടിൻ്റെ പാത്രത്തിലെല്ലാം വെളിച്ചെണ്ണ നമുക്ക് തടവി കൊടുക്കാം. പിന്നീട് നമുക്ക് നൂൽപുട്ടിൻ്റെ അച്ചി ഒന്ന് എടുക്കാം. നൂൽപുട്ടിൻ്റെ അച്ചി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. മാവ് വളരെ ലൂസാവാനും സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയാണ് ഈ വെളിച്ചെണ്ണ നമ്മൾ തടവി കൊടുക്കുന്നത്. ഓൾറെഡി നമ്മുടെ മാവിൽ വെളിച്ചെണ്ണയുണ്ട്. പിന്നെ അച്ചിൻ്റെ ഉള്ളിൽ കൂടെ പെട്ടെന്ന് ഇങ്ങനെ തിരിക്കുമ്പോൾ വരാനായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നത്. നൂൽപുട്ടിൻ്റെ അച്ച് തിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം തിരിക്കാൻ. തിരി എങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ നൂൽപുട്ടിൻ്റെ അച്ച് കേടുവരുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നൂൽപുട്ടിൻ്റെ അച്ചെല്ലാം തിരിയെല്ലാം തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഓരോ ഇഡ്ഡലിത്തട്ടും എടുത്ത് അതിലേക്ക് നൂൽപുട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാ പാത്രത്തിലേക്കും ഇട്ടതിന് ശേഷം ഓരോ തട്ടായി മുകളിലായി നമുക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇഡ്ഡലിത്തട്ട് നമുക്കതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മൂടി ഒന്ന് അടച്ച് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് ഞാൻ മൂടി വെച്ച് അടച്ചത്. 2 മിനിറ്റ് കഴിയുമ്പോൾ വിസിൽ വരും. വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇടിയപ്പം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഒരു തവി വെച്ച് ഇങ്ങനെ പൊന്തിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിതെടുത്ത് മാറ്റാൻ കഴിയും. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ രുചികരമായ നമ്മുടെ ഇടിയപ്പം നമുക്ക് മുട്ടക്കറിയോടൊപ്പമോ ചിക്കൻ കറിയോടൊപ്പമോ ബീഫ് കറിയോടൊപ്പമോ നമുക്കിത് കഴിക്കാം. ഞാൻ ഇന്ന് ബീഫ് കറിയാണ് കഴിക്കാൻ എടുത്തിരിക്കുന്നത്. വളരെ രുചികരമായ ബീഫ് കറി ഇതിനോടൊപ്പം കഴിക്കാൻ വളരെ രുചിയായിരുന്നു. നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും ഒരു കറി വെച്ച് ഇടിയപ്പം ഒന്ന് തയ്യാറാക്കി നോക്കൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ.